നമസ്കാരം. ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും അധികം ചർച്ചയാവുന്നത് BJPയുടെ പ്രകടനം തന്നെയാവും. ഏതറ്റം വരെ പോയി BJP അവരുടെ വോട്ടിംഗ് ശതമാനം ഉയർത്താനും സീറ്റുകൾ വർദ്ധിപ്പിക്കാനുമുള്ള നീക്കത്തിലാണ്. 2016 നിയമം പിടിച്ച BJPക്ക് 2021 അതും നഷ്ടപ്പെട്ടു. എന്നാൽ ഇക്കുറി ഒരു കാരണവശാലും സമ്പൂജ്യരാവാൻ BJP ഒരുക്കമല്ല. അതുകൊണ്ട് കോടികളാണ് BJP ഈ തെരഞ്ഞെടുപ്പിൽ മറിക്കുന്നത്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം പോലും BJPക്ക് അനുകൂലമായിരുന്നു എന്നോർക്കണം. കോൺഗ്രസ് പാർട്ടിക്ക് സ്വാധീനമുള്ള ആസാമിലും പോണ്ടിച്ചേരിയിലും കേരളത്തിലും ഒറ്റയടിക്ക് ആദ്യ ദിനം തന്നെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതുപോലും കോൺഗ്രസ് പാർട്ടിയുടെ സാധ്യതയെ പരമാവധി കുറയ്ക്കാനാണ്. അവർ പ്രതീക്ഷിച്ചതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ആദ്യത്തെ ഒരാഴ്ച സീറ്റ് വിഭജനത്തിന്റെ പേരിൽ അടികൂടി കളഞ്ഞു അവർ. രാജീവ് ചന്ദ്രശേഖരുടെ നേതൃത്വത്തിൽ കാലേക്കൂട്ടി BJP തെരഞ്ഞെടുപ്പിന് ഒരുക്കം ആരംഭിച്ചിരുന്നു. തിരുവനന്തപുരം ജില്ലയിൽ കുറഞ്ഞത് 2 സീറ്റ്, ഒരുപക്ഷെ 4 സീറ്റ് എന്ന അവസ്ഥയാണ് സംജാതമായിരിക്കുന്നത്. നിയമവും കഴക്കൂട്ടവും, അതായത് രാജീവ് ചന്ദ്രശേഖരും V മുരളീധരനും വിജയം ഉറപ്പിച്ചാണ് മുമ്പോട്ട് പോകുന്നത്. വട്ടിയൂർക്കാവിൽ R ശ്രീലേഖയും കാട്ടാക്കടയിൽ PK കൃഷ്ണദാസും ജയിച്ചാൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല. ഇത്തരത്തിൽ വലിയ നീക്കങ്ങൾ സംസ്ഥാനത്തിന്റെ പലയിടങ്ങളിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. പാലായിലും പൂഞ്ഞാറിലും PC ജോർജും മകൻ ഷോൺ ജോർജും അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ അവിടെ നിന്ന് ദൈനംദിനം വരുന്നു. BJPയുടെ തീപ്പൊരി വനിതാ നേതാവ് ശോഭാ സുരേന്ദ്രൻ പാലക്കാട് ഇപ്പോൾ തന്നെ വിജയിച്ചിരിക്കുന്നു എന്ന് പറയുന്നവർ ഏറെയാണ്. K സുരേന്ദ്രന്റെ വിജയത്തിന് SDPIക്ക് പോലും സംശയമില്ലാത്ത സാഹചര്യം ഉണ്ടായിരിക്കുന്നു. BJPയുടെ വിജയം തടയണമെങ്കിൽ SDPIയുടെ സ്ഥാനാർത്ഥിക്ക് ലീഗ് പിന്തുണ കൊടുക്കണം എന്നാണ് SDPIയുടെ ആവശ്യം. BJPക്ക് ഒരു അപരനെ പോലും ആവശ്യമില്ലാത്ത വിധത്തിൽ SDPIയുടെ സ്ഥാനാർത്ഥി K സുരേന്ദ്രനെ സഹായിച്ചേക്കും എന്നാണ് റിപ്പോർട്ട്. അങ്ങനെ പലയിടങ്ങളിലും BJP വിജയ സാധ്യത മുമ്പോട്ട് വയ്ക്കുമ്പോൾ സമാനമായ ഒരു ചലനം കേരളീയ സമൂഹത്തിൽ സംഭവിക്കുന്നുണ്ട്. ഈ തെരഞ്ഞെടുപ്പോടുകൂടി CPIM എന്ന രാഷ്ട്രീയ പാർട്ടി ഇല്ലാതാകുമെന്നും അത് അതിദയനീയമായ പരാജയത്തിലേക്ക് വീഴുമെന്നുമുള്ള റിപ്പോർട്ടാണ് അതിലൊന്ന്. അത് ഒഴിവാക്കാൻ വേണ്ടി പിണറായി പരമാവധി ഓടി നടന്ന് നുണ പറഞ്ഞ് കൊഴുപ്പിക്കുന്നുണ്ടെങ്കിലും ജനം അത്രമാത്രം വെറുത്തുപോയി പിണറായി എന്ന് വിലയിരുത്തപ്പെടുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി അധികാരത്തിൽ വരില്ല എന്ന് പറയാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഭരണവിരുദ്ധ വികാരം തന്നെയാണ്. രണ്ടാമത്തേത്, വഞ്ചിക്കപ്പെട്ടു പിണറായിയാൽ എന്ന് മുസ്ലിം സമൂഹം വിശ്വസിക്കുന്നു. അവർ കൂട്ടത്തോടുകൂടി ഇടതുമുന്നണിക്കെതിരായി വോട്ട് ചെയ്യും. BJPയും CPMും തമ്മിൽ ഡീലുണ്ട് എന്ന് പറയുമ്പോഴും BJPക്കാർ CPMന് വോട്ട് ചെയ്യാൻ കഴിയാത്ത മാനസികാവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു. ശബരിമലയിലെ അയ്യപ്പനെ അടിച്ചു മാറ്റിയതടക്കം ഹിന്ദു വികാരം വ്രണപ്പെടുത്താൻ ഇത്ര കാലം ചെയ്തു കൂട്ടിയതൊന്നും ഇപ്പോൾ തൽക്കാലത്തേക്ക് മുസ്ലിം വിരോധം പ്രസംഗിക്കുന്നത് വഴി മേക്കപ്പ് ചെയ്യാൻ പിണറായിക്കും CPMനും കഴിയില്ല. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ UDFന്റെ ഭരണവും BJPയുടെ കയ്യിലെ ഞെട്ടിക്കുന്ന സീറ്റുകളുമായിരിക്കും ഫലമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. BJP വലിയ തോതിൽ വോട്ട് ബാങ്ക് ഉയർത്തുകയും ചെയ്യും. ഇതോടുകൂടി CPM പൊട്ടിത്തകരുകയും CPMൽ നിന്നും വലിയ തോതിൽ ബംഗാളിലെയും ത്രിപുരയിലെയും പോലെ അണികൾ BJPയിലേക്ക് ഒഴുകുകയും ചെയ്യും എന്ന് കണക്കാക്കപ്പെടുന്നു. ഈ സാഹചര്യം മുൻകൂട്ടി കണ്ട് ഇപ്പോൾ തന്നെ എത്ര നേതാക്കളാണ് BJPയിലേക്ക് CPMൽ നിന്ന് പോകുന്നത്? CPMകാർ ഇതുവരെ പ്രചരിപ്പിച്ചിരുന്നത് ഇന്നത്തെ കോൺഗ്രസ്സുകാർ നാളത്തെ BJPക്കാർ എന്നാണ്. കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പലരും പോകുന്നുണ്ട്. സാക്ഷാൽ കരുണാകരൻ്റെ മകൾ പത്മജ വേണുഗോപാൽ, സാക്ഷാൽ ആന്റണിയുടെ മകൻ അനിൽ ആന്റണി എന്നിവരൊക്കെ അതിൽ പ്രധാനികളാണ്. ഈ തെരഞ്ഞെടുപ്പ് സമയത്തും കോൺഗ്രസിലെ പല പ്രമുഖരും BJPയിലേക്ക് പോയിട്ടുണ്ട്. എന്നാൽ കോൺഗ്രസ്സുകാർ BJPയിലേക്ക് പോകുന്നതിൽ ഒരു പുതുമയുമില്ല. ഇന്നത്തെ കോൺഗ്രസ്സുകാർ നാളത്തെ BJPക്കാർ എന്ന് പ്രചരിപ്പിക്കുന്ന CPMകാർ കൂട്ടത്തോടുകൂടി BJPയിലേക്ക് പോകുന്നത് പലരെയും ഞെട്ടിക്കുന്നുണ്ട്. കോൺഗ്രസിനെ BJPയുടെ പേര് പറഞ്ഞ് കളിയാക്കാൻ പറ്റാത്ത വിധത്തിൽ CPMകാർ കൂട്ടത്തോടുകൂടി പ്രവഹിക്കുകയാണ്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് സമയത്തും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്തും CPMകാർ കൂട്ടത്തോടുകൂടി പാർട്ടി വിട്ട് BJPയിൽ ചേരുന്നതിൻ്റെ വാർത്തകളുണ്ട്. പലരും കൂട്ടത്തോടുകൂടി തിരുവനന്തപുരത്തെത്തി മാരാർജി ഭവനിൽ വെച്ച് കാവി ഷാൾ അണിഞ്ഞ് BJP അംഗത്വം സ്വീകരിക്കുന്നു. CPMകാർ കൂട്ടത്തോടുകൂടി BJPയിലേക്ക് പ്രവഹിക്കുന്നത് പതിവായതോടുകൂടി അതൊരു വാർത്ത പോലും ആവാതാകുന്നു. നാട്ടികയിലെ CPIയുടെ സിറ്റിംഗ് MLA CC മുകുന്ദൻ ഇക്കുറി BJPയുടെ സ്ഥാനാർത്ഥിയാണ് എന്നത് മാത്രം മതി ഈ ചലനത്തിന്റെ ആഴമളക്കാൻ. CPM നേതാവ് എന്ന നിലയിൽ ദേവികുളത്ത് മുടിചൂടമ്മനായി അവിടെ MLA ആയി വാണ CPM നേതാവ് രാജേന്ദ്രനാണ് BJPയുടെ ദേവികുളത്തെ സ്ഥാനാർത്ഥി എന്നതും മറക്കരുത്. വൈക്കത്ത് CPIയുടെ MLA ആയിരുന്ന അജിത്ത് BJPയുടെ സ്ഥാനാർത്ഥിയാണെന്ന് മറക്കരുത്. അങ്ങനെ എത്രയോ ആളുകൾ CPM വിട്ട്
BJP-യിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഏറ്റവും ഒടുവിൽ സംഭവിച്ചത് വർക്കല മുനിസിപ്പാലിറ്റിയുടെ മുൻ ചെയർമാൻ കൂടിയായ അവിടുത്തെ മുതിർന്ന നേതാവായ സുന്ദരേശന്റെ മകൾ സ്മിത സുന്ദരേശൻ BJP-യുടെ വർക്കല സ്ഥാനാർത്ഥിയായി മാറി എന്നതാണ്. നിലവിൽ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറാണ് CPM പ്രതിനിധി എന്ന നിലയിൽ. CPM-ന്റെ വർക്കലയിലെ സ്ഥാനാർത്ഥി V. ജോയിക്കൊപ്പം നോമിനേഷൻ കൊടുക്കാൻ സുന്ദരേശനും മകൾ സ്മിതയും പോയിരുന്നു. സ്മിത CPM-ന്റെ ഏരിയ കമ്മിറ്റി അംഗമാണ്. എന്ന് വെച്ചാൽ CPIM പോലെ രാഷ്ട്രീയ പാർട്ടിയുടെ ഭാവിയിലെ വാഗ്ദാനമാണ് സ്മിത. ആ സ്മിതയാണ് വർക്കലയിൽ അവസാന നിമിഷം BJP-യുടെ സ്ഥാനാർത്ഥിയായി വന്നത്. RJD-യുടെ പ്രമുഖ നേതാവായ TN സുരേഷ് ഇടതുമുന്നണി വിട്ട് BJP-ക്കൊപ്പം ചേർന്ന് കോവളത്ത് മത്സരിക്കുന്നു. KPCC അംഗമായ RS അരുൺ രാജ് കോൺഗ്രസ് വിട്ട് ചടയമംഗലത്ത് BJP-യുടെ സ്ഥാനാർത്ഥിയായി. കഴിഞ്ഞ തവണ ചിറയൻകീഴിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയത്തിന് തൊട്ടടുത്ത് വരെ എത്തിയ BS അനൂപാണ് ഇക്കുറി ചിറയൻകീഴെ BJP-യുടെ സ്ഥാനാർത്ഥി. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വേണ്ടി പ്രസംഗിക്കാൻ പോയ മേജർ രവിയാണ് ഒറ്റപ്പാലത്ത് BJP-യുടെ സ്ഥാനാർത്ഥി. ഇങ്ങനെ എത്രയോ അധികം ആളുകൾ BJP-യിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. തൃശ്ശൂരിൽ കൂട്ടത്തോടുകൂടിയാണ് ആളുകൾ BJP-യിലേക്ക് ചേക്കേറിയത്. മാവേലിക്കരയിലെ CPM-ന്റെ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് പിണറായിയുടെ വിശ്വസ്തനായ മുൻ MP സമ്പത്തിന്റെ സഹോദരൻ, വിഴിഞ്ഞത്തെ പ്രമുഖ നേതാവായിരുന്ന NA റഷീദ്, അടൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായിരുന്ന VR സരസ്വതി, ആലപ്പുഴയിലെ പ്രമുഖ നേതാവായിരുന്ന ബിബിൻ C. ബാബു, അട്ടപ്പാടിയിലെ CPM-ന്റെ ഏരിയ സെക്രട്ടറി ആയിരുന്ന VR രാമകൃഷ്ണൻ, SFIയുടെ വൈസ് പ്രസിഡന്റ് ആയിരുന്ന ഗോകുൽ തുടങ്ങി എത്ര ആളുകൾ ഈ നാളുകളിൽ BJP-യിലേക്ക് വന്നിരിക്കുന്നു. അവരൊക്കെ അപകടം മണക്കുന്നു. BJP-യാണ് ഇനി അടുത്ത പാലം എന്നവർ തിരിച്ചറിയുന്നു. CPM ഇല്ലാതാകുന്നതിന് മുൻപ് ചാടി രക്ഷപ്പെടുകയാണ് അവരൊക്കെ. ഇതാണ് ഇപ്പോഴത്തെ സ്ഥിതിയെങ്കിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് CPM അതിദയനീയമായി തോൽക്കുകയും BJP 5-6 സീറ്റ് പിടിക്കുകയും ചെയ്താൽ എന്തായിരിക്കും കേരളത്തിൽ സംഭവിക്കുന്നത്? ഇന്നലെ വരെ സംഖ്യകളെ തെറിവിളിച്ച് നടന്ന റെജി ലൂക്കോസിനെ പോലുള്ളവർ BJP-യുടെ വക്താവായി മാറുന്ന ഈ കാലഘട്ടത്തെ ഇതിനപ്പുറവും ഇനിയും സംഭവിക്കുമെന്ന് തീർച്ച.